സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. വിനയത്തിലും സ്നേഹത്തിലും പരിശുദ്ധിയിലെല്ലാം ഫ്രാൻസിസ് പാപ്പായെ അങ്ങ് ഞങ്ങൾക്ക് നൽകിയല്ലോ. പരിശുദ്ധ ഫ്രാൻസിസ് പാപ്പായെ അങ്ങേ തിരുസഭ സംരക്ഷകനായി പാലകനായി അങ്ങ് നൽകിയതിനെ ഓർത്തുകൊണ്ട് നന്ദി പറയുന്നു. പരിശുദ്ധ പിതാവ് വഴി തിരുസഭയ്ക്കും അങ്ങേ ജനതകൾക്ക് ലഭിച്ച എല്ലാ നന്മകൾക്കും പ്രത്യേകിച്ച് ലോകത്തിന് മുഴുവൻ പ്രകാശം പരത്തുവാൻ സ്നേഹത്തിന്റെ യേശുവിന്റെ സന്ദേശം പകർത്തി കൊടുക്കുവാനായിട്ട് അങ്ങയുടെ ജീവിതം ഉപകരിച്ചുവല്ലോ. ഇതിന് പ്രതിഫലമായിട്ട് സ്വർഗത്തിൽ സ്വർഗീയ മഹിമയുടെ കിരീടമണിയുവാൻ അങ്ങ് എളിയദാസനെ അനുഗ്രഹിക്കണമേ. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളണമേ. സ്നേഹമുള്ളവരെല്ലാവരും നാളെയും ഇതുപോലെ തന്നെ പ്രദക്ഷിണം ഉണ്ടായിരിക്കും. നാളെ വരുമ്പോൾ നിങ്ങൾക്ക് സ്വന്തമായിട്ട് ഓരോ മെഴുകുതിരികൾ നിങ്ങൾ കൊണ്ടുവരാത്തവർക്ക് ഇവിടെ ലഭിക്കുന്നതായിരിക്കും. സാധിക്കുന്ന എല്ലാവരും മെഴുകുതിരി കൊണ്ടുവരിക. പാപ്പായുടെ ദേഹവിയോഗത്തിൽ ലോകമെമ്പാടുമുള്ള ക്രൈസ്തവ ജനത ഒപ്പം മറ്റെല്ലാ ജനതകളും ആദരാഞ്ജലികളും പ്രാർത്ഥനകളും അർപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ കാലയളവിൽ കുമ്പളങ്ങി ശ്രീഘാട്ടിടവക 3 ദിവസത്തെ പ്രത്യേകമായിട്ടുള്ള പ്രാർത്ഥനകളും ആദരാഞ്ജലികളും പാപ്പയുടെ വേർപാടിൽ അർപ്പിക്കുകയാണ്. എല്ലാ ദിവസവും വൈകുന്നേരം 6:15 കുർബാനയ്ക്ക് ശേഷം എല്ലാ വിശ്വാസികളും മെഴുകുതിരികൾ കത്തിച്ചു പിടിച്ചുകൊണ്ടും പൂക്കളും പ്രാർത്ഥനകളുമായിട്ട് പാരിഷ് ഹാളിന്റെ മുമ്പിലായിട്ട് ഒരുക്കിയിരിക്കുന്ന പരിശുദ്ധ പിതാവിന്റെ ചിത്രത്തിന് മുമ്പിൽ മെഴുകുതിരികളും പുഷ്പങ്ങളും അർപ്പിച്ച് പ്രത്യേകമായിട്ട് പരിശുദ്ധ പിതാവിന്റെ ആത്മശാന്തിക്കായിട്ട് പ്രാർത്ഥിക്കുക. 12 വർഷക്കാലം തിരുസഭയെ കരുണയിലും സ്നേഹത്തിലും നയിച്ച വ്യത്യസ്തനായിട്ടുള്ള ഒരു പാപ്പയാണ് ഫ്രാൻസിസ് പാപ്പ. സകലർക്കും ലോകം മുഴുവനും തന്നെ യേശുവിന്റെ സ്നേഹവും വിനയവും ചൈതന്യവും പകർന്നു കൊടുക്കാനായിട്ട്, അതുവഴിയായിട്ട് സകലരുടെയും ഹൃദയം കവരാനായിട്ട് പരിശുദ്ധ പിതാവിന് സാധിച്ചു എന്ന് തന്നെ വളരെ സവിശേഷമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. പരിശുദ്ധ പിതാവിന്റെ ദേഹവിയോഗത്തിൽ ക്രൈസ്തവ സമൂഹം മുഴുവനും
ക്രൈസ്തവ ജനത മുഴുവനും ദുഃഖത്തിലാണെങ്കിലും കർത്താവിന്റെ പക്കലേക്ക് നിത്യസമ്മാനത്തിനായിട്ട് പുറപ്പെട്ടിരിക്കുന്നു എന്നുള്ളത് തന്നെ നമുക്കെല്ലാവർക്കും വളരെയേറെ പ്രത്യാശയുള്ള ഒരു കാര്യമാണ്. ഈ അവസരത്തിൽ സേക്രഡ് ഇടവക എല്ലാ മക്കളും പാപ്പയ്ക്ക് വേണ്ടി ഈ ദിവസങ്ങളിൽ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് ഈ 3 സന്ധ്യാവേളകളെല്ലാം പ്രത്യേകമായിട്ടുള്ള പ്രാർത്ഥനയുടെ ദിവസങ്ങളാക്കി സായം സന്ധ്യകളാക്കി മാറ്റിയിരിക്കുകയാണ്. പരിശുദ്ധ പിതാവിന്റെ ചിത്രം വളരെ മനോഹരമായിട്ടാണ് ഒരുക്കിയിരിക്കുക. മെഴുകുതിരികളാൽ പുഷ്പങ്ങളാൽ അലങ്കൃതമായിരിക്കുന്ന അപ്പാപ്പായുടെ ആ ചിത്രത്തിന്മേൽ നോക്കുമ്പോൾ യേശുവിന്റെ ചൈതന്യം തന്നെയാണ് നിറഞ്ഞ് നിൽക്കുക. ഇത്തരത്തിലുള്ള ഒരു പാപ്പായെ തിരുസഭയ്ക്ക് കിട്ടിയതിന് ഓർത്തുകൊണ്ട് ദൈവത്തോട് നന്ദി പറയുന്നു. പാപ്പായുടെ ആത്മാവിനെ നിത്യവിശ്രാന്തി നേരുകയും ചെയ്യും.